നമസ്കാരം. ഇത് കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അർഷാദും കോഴിക്കോട് ആസ്ഥാനമായുള്ള ഡെന്റൽ NGO ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡോക്ടർ വിവേക് ജിയും ചേർന്ന് തയ്യാറാക്കിയ പഠനസാമഗ്രികളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഓഡിയോ വിവരങ്ങളുടെ ഒരു പരമ്പരയാണ്. ഇത് പ്രധാനമായും പാലിയേറ്റീവ് ജെറിയാട്രിക് ഓറൽ ഹെൽത്ത് കെയർ, അതായത് കിടപ്പിലായവരുടെയും പ്രായമായവരുടെയും വായിലെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു പരിശീലന സഹായിയായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ പരിചരണം നൽകുന്നവർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, പിന്നെ അംഗൻവാടി ആശാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, വീട്ടിൽ ദീർഘകാലം രോഗികളെ നോക്കുന്ന കുടുംബാംഗങ്ങൾ, ഇവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. ഈ മൊഡ്യൂളുകൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വായിലെ സാധാരണ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയാനും സ്വന്തമായി വായ നോക്കാൻ പറ്റാത്തവരുടെ ശുചിത്വം ദിവസവും ഉറപ്പാക്കാനും ചെറിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും എപ്പോഴാണ് ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ 4ാമത്തെ മൊഡ്യൂളിലേക്കാണ് കടക്കുന്നത്. അതായത് സ്വന്തമായി വായ വൃത്തിയാക്കാൻ പറ്റാത്തവരുടെ വായിലെ ശുചിത്വം എങ്ങനെ ഉറപ്പാക്കാം എന്നുള്ളതാണ് വിഷയം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾക്ക് തീരെ വയ്യാതിരിക്കുമ്പോൾ, ചിലപ്പോൾ സംസാരിക്കാൻ പോലും പറ്റാതെ വരുമ്പോൾ അവരുടെ വായ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത് അതെന്തൊരാശ്വാസമായിരിക്കുമല്ലേ. ഇത് വെറുതെ ഒരു ക്ലീനിംഗ് അല്ല, സ്നേഹത്തോടെ കരുതലോടെ ചെയ്യുന്ന ഒരു പരിചരണം കൂടിയാണ്. പ്രായമായവർ, തളർന്നു കിടക്കുന്നവർ, അബോധാവസ്ഥയിലുള്ളവർ, എഴുന്നേൽക്കാനോ വായ കഴുകാനോ പറ്റാത്തവർ, ഇവർക്കെല്ലാം ഇത് ആവശ്യമായി വരും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ പരിചരണം ഇത്ര പ്രധാനമാവുന്നത്? പിന്നെ എങ്ങനെ ഇത് സുരക്ഷിതമായിട്ടും ആദരവോടെയും ചെയ്യാം? തീർച്ചയായും ഈ പരിചരണം നൽകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒന്നാമതായിട്ട്, നമ്മൾ കെയർ കൊടുക്കാൻ പോകുന്ന ആ സ്ഥലം ഒന്ന് റെഡിയാക്കുക, വേണ്ട സാധനങ്ങളൊക്കെ അടുത്ത് വെക്കുക. രണ്ടാമത്, ഏറ്റവും പ്രധാനം, രോഗിയെ സേഫായിട്ട് കിടത്തുക. അതായത് ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ ഈ ആസ്പിരേഷൻ എന്ന് പറയുന്ന വായിലെ വെള്ളമോ മറ്റോ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന അപകടം അതൊന്നും ഉണ്ടാവാത്ത രീതിയിൽ. മൂന്നാമത്, പല്ല് തേച്ചോ ബ്രഷിംഗ് അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ച് തുടച്ചോ സ്വാബിംഗ് എങ്ങനെ വായ വൃത്തിയാക്കാമെന്ന് പഠിക്കുക. നാലാമത്, ഈ ചെയ്യുന്ന സമയത്തൊക്കെ അണുബാധ വരാതെ നോക്കണം, ഇൻഫെക്ഷൻ കൺട്രോൾ. പിന്നെ ലാസ്റ്റ്, ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് മോണായിൽ ചോര വരുന്നുണ്ടോ, വല്ല പുണ്ണുണ്ടോ എന്നൊക്കെ നോക്കി അതൊന്ന് കുറിച്ചു വെക്കണം. അപ്പോൾ ഇത് വെറുതെ പല്ല് തേക്കലല്ല, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ നോക്കുന്ന ആളുടെ ആശ്വാസത്തിനും ആരോഗ്യത്തിനും അവരുടെ അന്തസ്സിനും വേണ്ടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് വേണ്ടത്? എല്ലാം കയ്യിൽ കിട്ടുന്ന പോലെ ഉണ്ടാവേണ്ടത് പ്രധാനമാണല്ലോ, അല്ലേ? വളരെ ശരിയാണ്. തയ്യാറെടുപ്പാണ് ഏറ്റവും പ്രധാനം. അത് രോഗിയുടെ സേഫ്റ്റിക്കും നമ്മുടെ സൗകര്യത്തിനും നല്ലതാണ്. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞ ആ ഓറൽ കെയർ ട്രേ ഓർമ്മയുണ്ടല്ലോ? അതിലെ സാധനങ്ങൾ തന്നെയാണ് വേണ്ടത്. ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് അല്ലെങ്കിൽ ഒരു ഗോസ് സ്വാബ്, അതായത് ചെറിയ തുണിക്കഷ്ണമോ പഞ്ഞിയോ വെച്ചുണ്ടാക്കുന്നത്. പിന്നെ ഫ്ലൂറൈഡുള്ള ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ഉപ്പുവെള്ളം, ഒരു കപ്പിൽ നല്ല വെള്ളം അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നേർപ്പിച്ച മൗത്ത് വാഷ്, പിന്നെ ഒരു ടവൽ അല്ലെങ്കിൽ വെള്ളം നെയ്യാത്ത ഒരു ഷീറ്റ്, വാട്ടർ പ്രൂഫ് ഷീറ്റ്, ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ. തുപ്പാനും മറ്റും എടുത്താൻ ഒരു കിഡ്നി ട്രേ അല്ലെങ്കിൽ ചെറിയൊരു പാത്രം. നമ്മുടെ സുരക്ഷയ്ക്ക് ഒരു ജോഡി ഡിസ്പോസബിൾ ഗ്ലൗസ്, പിന്നെ ഒരു മാസ്ക്. ഇത് നിർബന്ധമാണ്. വായുടെ ഉള്ളൊക്കെ നന്നായി കാണാൻ ഒരു ചെറിയ ടോർച്ച് ലൈറ്റ്. പിന്നെ ചുണ്ടൊക്കെ വല്ലാതെ വരണ്ടിരിക്കുകയാണെങ്കിൽ പുരട്ടാൻ എന്തെങ്കിലും ലൂബ്രിക്കന്റ്, വെളിച്ചെണ്ണയോ പെട്രോളിയം ജെല്ലിയോ മതിയാകും. ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. ഗ്ലൗസും മാസ്കും ഇടുന്നത് നിങ്ങൾക്കും രോഗിക്കും ഇടയിൽ അണുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് തടയാൻ ഏറ്റവും നല്ലതാണ്. മുടിയൊക്കെ നീളമുള്ളതാണെങ്കിൽ അതൊന്ന് ഒതുക്കി കെട്ടിവെക്കണം. കയ്യിലുള്ള മോതിരം, വള, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഊരിവെക്കുന്നതും നല്ലതാണ്. അണുക്കൾ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യത കുറയും. ഓർക്കുക, ശുചിത്വം അതാണ് സുരക്ഷയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു. ഇനി രോഗിയെ എങ്ങനെയാണ് സേഫായിട്ട് കിടത്തേണ്ടത്? പൊസിഷനിങ്. ഇതാണ് പലർക്കും ഒരു പേടിയുള്ള ഭാഗം, പ്രത്യേകിച്ച് വിഴുങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യത്തിൽ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. തെറ്റായ രീതിയിൽ കിടത്തിയാൽ അത് അപകടമാവും. ആദ്യം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് രോഗിയോട് പറയുക. അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ശാന്തമായിട്ട് സംസാരിക്കുന്നത് അവർക്കൊരു ആശ്വാസമാകും.
കേൾവി പലപ്പോഴും അവസാനമേ പോവുകയുള്ളൂ. പറ്റുമെങ്കിൽ കട്ടിലിന്റെ തലഭാഗം കുറച്ചൊന്ന് പൊക്കണം. ഒരു 30 തൊട്ട് 45 ഡിഗ്രി വരെ. മുഴുവനായി മലർത്തിക്കിടത്തരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തലയുടെ പൊസിഷനാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ. രോഗിയുടെ തല ഒരു വശത്തേക്ക് പതുക്കെ തിരിച്ചു വെക്കണം. ഇതാണ് ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ആസ്പിറേഷൻ തടയാനുള്ള ഏറ്റവും നല്ല വഴി. ഇങ്ങനെ വെക്കുമ്പോൾ വായിലുള്ള വെള്ളമൊക്കെ തനിയെ പുറത്തേക്ക് ഒഴുകിപ്പോകും, തൊണ്ടയിലേക്ക് ഇറങ്ങില്ല. താടിയുടെ താഴെയായിട്ട് ഒരു ടവലോ വാട്ടർപ്രൂഫ് ഷീറ്റോ വെക്കണം, ഡ്രസ്സ് നനയാതിരിക്കാൻ. രോഗിക്ക് തുപ്പാൻ പറ്റുമെങ്കിൽ വായുടെ ഒരു സൈഡിൽ കിഡ്നി ട്രേയോ പാത്രമോ പിടിക്കണം. ഒരു കാര്യം ഉറപ്പായും ഓർക്കണം, വായ വൃത്തിയാക്കുമ്പോൾ രോഗിയെ നേരെ മലർത്തിക്കിടത്തരുത് ഒരിക്കലും. വിളിന്റെ ഉള്ള്, അണ്ണാക്ക്, അവിടെയൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതായത് വല്ല വ്രണങ്ങൾ, ചുവപ്പ്, നീര്, വെളുത്ത പാടുകൾ, അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫുഡ് ഡെബ്രീസ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കണം. പല്ലിനിളക്കമുണ്ടോ? അല്ലെങ്കിൽ പല്ല് സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കിരിക്കുന്നുണ്ടോ എന്നും നോക്കണം. വായിൽ നിന്ന് വല്ല ചീത്ത മണം വരുന്നുണ്ടോ? മോണയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ പരിശോധനയിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് കണ്ടാൽ എന്തു ചെയ്യണം? നല്ല ചോദ്യമാണ്. വലിയ വ്രണങ്ങൾ, നിർത്താതെ ചോര വരുന്നു, അല്ലെങ്കിൽ പഴുപ്പ് ഒക്കെ കാണുകയാണെങ്കിൽ അപ്പോ തന്നെ വായ വൃത്തിയാക്കുന്നത് നിർത്തണം. എന്നിട്ടൊരു നഴ്സിനെയോ ഹെൽത്ത് വർക്കറെയോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റിനെയോ വിവരമറിയിക്കണം. ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ക്ലീനിങ്ങുമായി മുന്നോട്ടു പോകാം. ശരി, ഇനി എങ്ങനെ വൃത്തിയാക്കാം എന്നതിലേക്ക് വരാം. രോഗിയുടെ അവസ്ഥയനുസരിച്ച് 2 രീതിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തേത് ബ്രഷ് ഉപയോഗിക്കുന്ന രീതി. ബ്രഷിംഗ് മെത്തഡ് എങ്ങനെയാണ്? ഇത് സാധാരണയായിട്ട് ബോധമുള്ള, വായ തുറക്കാനും ചിലപ്പോൾ തുപ്പാനുമൊക്കെ പറ്റുന്ന രോഗികൾക്കാണ്. ആദ്യം ബ്രഷ് വെള്ളത്തിലൊന്ന് നനയ്ക്കുക. എന്നിട്ട് വളരെ കുറച്ച്, ഒരു കടലമണിയുടെ അത്രമാത്രം പീ-സൈസ്ഡ് എമൗണ്ട് ടൂത്ത് പേസ്റ്റ് എടുത്താൽ മതി. രോഗിയോട് പതുക്കെ വായ തുറക്കാൻ പറയുക. എന്നിട്ട് പതുക്കെ റൗണ്ടിൽ, അതായത് ജെന്റിൽ സർക്കുലർ മോഷൻസിൽ പല്ലുകൾ തേക്കുക. പല്ലിന്റെ പുറംഭാഗം, ഉൾഭാഗം, പിന്നെ ചവയ്ക്കുന്ന ഭാഗം എല്ലാം വൃത്തിയാക്കണം. മോണയോട് ചേർന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയാണ് ഈ പ്ലാക്ക്, അതായത് പല്ലിലെ അണുക്കളുടെ പാട കൂടുതലുണ്ടാവുക. ഈ പ്ലാക്ക് എന്ന് പറഞ്ഞാല്? പ്ലാക്ക് എന്ന് പറഞ്ഞാൽ പല്ലിലുണ്ടാവുന്ന ഒരു ബാക്ടീരിയയുടെ പാളിയാണ്. ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ മോണരോഗവും പല്ല് കേടാകാനും ഒക്കെ കാരണമാകും. ഓക്കേ, പല്ല് തേച്ച ശേഷം നാക്കും കൂടെ വളരെ മൃദുവായിട്ട് പുറകിൽ നിന്ന് മുന്നോട്ട് ബ്രഷ് ചെയ്യണം. രോഗിക്ക് പറ്റുമെങ്കിൽ കുറച്ച് വെള്ളം വായിൽ കൊള്ളിച്ച് ആ കിഡ്നി ട്രേയിലേക്ക് തുപ്പാൻ സഹായിക്കുക. എന്നിട്ട് വൃത്തിയുള്ള തുണി കൊണ്ട് ചുണ്ടും താടിയുമൊക്കെ ഒന്ന് തുടയ്ക്കുക. അവസാനം ചുണ്ടിൽ നേരത്തെ പറഞ്ഞ വെളിച്ചെണ്ണയോ പെട്രോളിയം ജെല്ലിയോ കുറച്ച് പുരട്ടിക്കൊടുക്കുക, ആ ഈർപ്പം നിൽക്കാൻ. ചിലപ്പോൾ ഇത് മുഴുവൻ ഒറ്റയടിക്ക് ചെയ്യാൻ രോഗിക്ക് ക്ഷീണം തോന്നിയേക്കാം, അല്ലേ? സാധ്യതയുണ്ട്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു സൈഡ് വൃത്തിയാക്കിയിട്ട് കുറച്ചുനേരം റെസ്റ്റ് എടുക്കാൻ അനുവദിക്കാം. എന്നിട്ട് മറ്റേ സൈഡ് ചെയ്താൽ മതി. രോഗിയുടെ സൗകര്യമാണ് പ്രധാനം. ഇനി രണ്ടാമത്തെ രീതി, തുണി വെച്ച് തുടയ്ക്കുന്നത്, സ്വാബിംഗ് മെത്തേഡ്. ഇതെപ്പോഴാ ഉപയോഗിക്കുക? ഇത് കൂടുതലും അബോധാവസ്ഥയിലുള്ളവർക്ക്, അല്ലെങ്കിൽ വായ നന്നായി തുറക്കാൻ പറ്റാത്തവർക്ക്, പിന്നെ വെള്ളം വായിൽ കൊള്ളാനോ തുപ്പാനോ പറ്റാത്തവർക്കും വേണ്ടിയുള്ളതാണ്. ഇതിന് നമ്മൾ സ്വാബ് എന്ന് പറയുന്ന ഒന്നുണ്ടാക്കണം. ഒരു സ്പോഞ്ച് സ്റ്റിക്കോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ട നമ്മുടെ വിരലോ മതി. അതിന്റെ അറ്റത്ത് വൃത്തിയുള്ള ഒരു ചെറിയ ഗോസ് തുണിയോ പഞ്ഞിയോ നന്നായി ചുറ്റുക. എന്നിട്ട് ഇത് സലൈൻ സൊല്യൂഷൻ, അതായത് ഉപ്പുവെള്ളത്തിലോ അല്ലെങ്കിൽ നേർപ്പിച്ച മൗത്ത് വാഷിലോ മുക്കുക. എന്നിട്ട് അതിലെ അധികമുള്ള വെള്ളം നന്നായി പിഴിഞ്ഞു കളയണം. സ്വാബ് നനഞ്ഞിരിക്കണം, പക്ഷെ വെള്ളം ഇട്ടി വീഴരുത്. വായ തുറക്കാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യം പറഞ്ഞല്ലോ, നിർബന്ധിക്കാൻ പാടില്ലെന്ന്. അപ്പോ എങ്ങനെ? ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്യരുത്. നിങ്ങളുടെ തള്ളുവിരൽ വെച്ച് ചുണ്ടോ കവിളോ പതുക്കെയൊന്ന് പൊക്കി വായ തുറക്കാൻ നോക്കുക. ചിലപ്പോൾ മസിൽസ് സ്റ്റിഫായിരിക്കും. അങ്ങനെയാണെങ്കിൽ താടിയിൽ ചേരുന്ന ഭാഗത്ത് ചെവിയുടെ തൊട്ടുമുന്നിലായിട്ട് പതുക്കെയൊന്ന് മസാജ് ചെയ്താൽ ചിലപ്പോൾ മസിൽ അയഞ്ഞ് വായ തുറക്കാൻ എളുപ്പമാവും. ശരി, വായ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് തുടയ്ക്കേണ്ടത്? ഉണ്ടാക്കിയ സ്വാബ് വെച്ച് ഓരോ ഭാഗവും പതുക്കെ തുടയ്ക്കുക. പല്ലിന്റെ പുറം, ഉള്ള്, മോണ, കവിളിന്റെ ഉൾഭാഗം, നാക്ക്, മേലെണ്ണാക്ക്, അങ്ങനെയെല്ലാം. ഓരോ ഭാഗത്തിനും പുതിയ സ്വാബ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അണുക്കൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത് ഒഴിവാക്കാമല്ലോ.
വായിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ എടുക്കാൻ താടിയുടെ താഴെ ടവലോ കിഡ്നി ട്രേയോ പിടിക്കണം. അത് തനിയെ ഒഴുകി പോക്കോട്ടെ. എല്ലാം തുടച്ചു കഴിഞ്ഞാൽ ഉണങ്ങിയ ഒരു ഗോസ് വെച്ച് അധികമുള്ള നനവ് ഒന്ന് ഒപ്പിയെടുക്കണം. അവസാനം ചുണ്ടിലും വായുടെ സൈഡിലുമൊക്കെ ലൂബ്രിക്കന്റ് പുരട്ടണം. ഈ സ്വാബിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകം ഓർക്കാനുണ്ടോ? പ്രധാനമായിട്ടും വളരെ പതുക്കെ ചെയ്യണം. രോഗിയോട് പതിയെ സംസാരിക്കുക. അവർ കോക്കാനം വരികയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയോ ചെയ്താൽ അപ്പം നിർത്തണം. കുറച്ചു കഴിഞ്ഞു വീണ്ടും നോക്കാം. ക്ഷമ വേണം. പല്ല് സെറ്റ് ഉപയോഗിക്കുന്നവരുടെ കാര്യമോ? അത് ഊരിവെക്കണോ? അത് നിർബന്ധമായും. ഡെൻച്ചർ ഉണ്ടെങ്കിൽ വായ വൃത്തിയാക്കുന്നതിനു മുൻപ് അത് പതുക്കെ ഊരി ഒരു പാത്രത്തിൽ വെള്ളത്തിലിടണം. എന്നിട്ട് ഒരു സോഫ്റ്റ് ബ്രഷ് വെച്ച് സോപ്പോ അല്ലെങ്കിൽ ഡെൻച്ചർ ക്ലെൻസർ ലായനിയോ ഉപയോഗിച്ച് ആ സെറ്റ് നന്നായി തേച്ച് കഴുകണം. സെറ്റ് ഊരിയ ശേഷം മോണകളും കൂടെ നന്നായി തുടച്ച് വൃത്തിയാക്കണം. വായ ഫുൾ ക്ലീൻ ചെയ്ത് നനവൊക്കെ കൊടുത്ത ശേഷം മാത്രം സെറ്റ് തിരികെ വെക്കുക. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് സെറ്റ് ഊരി വെള്ളത്തിലോ ക്ലീനിംഗ് ലായനിയിലോ ഇട്ടുവെക്കാൻ പറയണം. അത് മോണയ്ക്കൊരു റെസ്റ്റ് കിട്ടാനും ഇൻഫെക്ഷൻ വരാതിരിക്കാനും നല്ലതാണ്. ഓക്കെ. പരിചരണം കഴിഞ്ഞാൽ ഉടനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വായ ക്ലീൻ ആയെന്നും ആവശ്യത്തിന് നനവുണ്ടെന്നും ഉറപ്പാക്കുക. പേസ്റ്റിന്റെ പതയോ വെള്ളമോ ഒന്നും വായിൽ ബാക്കിയില്ലെന്ന് നോക്കണം. വേണമെങ്കിൽ ചുണ്ടുകൾ ഒന്നുകൂടെ തുടയ്ക്കാം. രോഗിയെ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ കിടത്തുക. ഉപയോഗിച്ച സാധനങ്ങൾ, പ്രത്യേകിച്ച് ഡിസ്പോസിബിൾ ഗ്ലൗസ്, സ്വാബൊക്കെ ശരിയായി കളയണം. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ നന്നായി കഴുകി ഉണക്കി വെക്കണം. നമ്മുടെ ഗ്ലൗസ് ഊരിമാറ്റി കൈകൾ വീണ്ടും നന്നായി കഴുകണം. ഈ ചെയ്ത കാര്യങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞല്ലോ. ഡോക്യുമെന്റേഷൻ, അതിന്റെ പ്രാധാന്യം എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എപ്പോഴാണ് കെയർ കൊടുത്തത്, എന്തൊക്കെ ചെയ്തു, എന്തെങ്കിലും വ്യത്യാസം കണ്ടോ, ഉദാഹരണത്തിന് ചോര വന്നു, പുതിയ പുണ്ണു കണ്ടു, അതൊക്കെ രോഗിയുടെ റെക്കോർഡിൽ കുറിച്ചുവെക്കണം. ഇത് ആ പരിചരണത്തിന്റെ ഒരു തുടർച്ച ഉറപ്പാക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടർക്കോ നഴ്സിനോ അത് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. അതുപോലെ സേഫ്റ്റി കാര്യങ്ങൾ എപ്പോഴും ഓർക്കണം. ഓരോ രോഗിക്കും പുതിയ ഗ്ലൗസും സ്വാബും ഉപയോഗിക്കാം. കോട്ടൺ ബഡ്സ് പോലുള്ളവ വായുടെ ഉള്ളിലേക്ക് ഒരുപാടിടരുത്. അതിന്റെ അറ്റം അടർന്നുപോയാൽ ശ്വാസം മുട്ടാൻ സാധ്യതയുണ്ട്. രോഗി പെട്ടെന്ന് കടിച്ചാൽ കൈ വലിച്ചെടുക്കാൻ നോക്കരുത്. പതുക്കെ എടുക്കുക. തീരെ വയ്യാത്തവർക്കും വായ വരണ്ടവർക്കും ആൽക്കഹോൾ ഉള്ള മൗത്ത് വാഷ് കൊടുക്കരുത്. ഈ പരിചരണം എത്ര കൂടുമ്പോൾ ചെയ്യണം? ഫ്രീക്വൻസി ദിവസത്തിൽ ഒരു തവണ മതിയോ? അത് രോഗിയുടെ കണ്ടീഷൻ പോലെയിരിക്കും. സാധാരണയായി ബോധമുള്ളവർക്ക് ദിവസത്തിൽ 2 തവണ, രാവിലെയും രാത്രിയും. അബോധാവസ്ഥയിലുള്ളവർക്കും സീരിയസ് ആയിട്ടുള്ളവർക്കും ദിവസത്തിൽ 1 തവണയെങ്കിലും നിർബന്ധമായും ചെയ്യണം. പക്ഷേ ഈ ഓക്സിജൻ എടുക്കുന്നവർക്കും വായിലൂടെ ശ്വാസം എടുക്കുന്നവർക്കൊക്കെ വായ പെട്ടെന്ന് ഡ്രൈ ആവും. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ഇടയ്ക്കിടെ, ചിലപ്പോൾ ഒരു 2-4 മണിക്കൂർ കൂടുമ്പോഴൊക്കെ വായ നനച്ചു കൊടുക്കുന്നത്, സ്വാബിംഗ് നല്ലതാണ്. സ്ഥിരമായി ചെയ്താൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാം. ഇൻഫെക്ഷനും ചീത്തമണവുമൊക്കെ കുറയ്ക്കാം. ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. സാധാരണ കാണുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ട്രബിൾ ഷൂട്ടിംഗ്, അതിനെങ്ങനെ നേരിടാം? അതെ, ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് രോഗി സമ്മതിക്കാതിരിക്കുക. ചിലപ്പോൾ പേടികൊണ്ടോ വേദന കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവാത്തതുകൊണ്ടോ ആകാം. അപ്പോൾ അവരോട് പതുക്കെ സംസാരിക്കുക. എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് പറയുക. വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കാം. ചിലപ്പോൾ വായ വല്ലാതെ ഡ്രൈ ആയിരിക്കും. വെള്ളം കൂടി കുറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ടോ ആകാം. അപ്പോൾ നനഞ്ഞ ഗോസ് കൊണ്ടോ ഉപ്പുവെള്ളം കൊണ്ടോ തുടയ്ക്കാം. വെളിച്ചെണ്ണ പുരട്ടാം. വായ തുറക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലോ? അല്ലെങ്കിൽ ഓക്കാനം വന്നാലോ? വായ വേണ്ടത്ര തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോ മസിൽ സ്റ്റിഫ്നെസ് ആകാം. താടിയെല്ലില് പതുക്കെ മസാജ് ചെയ്തു നോക്കാം. പറ്റുന്ന ഭാഗങ്ങൾ മാത്രം ക്ലീൻ ചെയ്യുക. ഓക്കാനം വരികയോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുകയോ ചെയ്താൽ ചിലപ്പോ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് ബ്രഷോ സ്വാബോ കൊണ്ടുപോയതുകൊണ്ടോ അല്ലെങ്കിൽ കിടത്തിയ പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ടോ ആകാം. ഉടനെ നിർത്തുക. തല ശരിക്കു വെക്കുക. കുറച്ചുകൂടെ പതുക്കെയും ശ്രദ്ധിച്ചും ചെയ്യുക. മോണയിൽ നിന്ന് ചോര വരുന്നുണ്ടെങ്കിൽ സോഫ്റ്റായ ബ്രഷോ സ്വാബോ ഉപയോഗിക്കുക. ഇതെപ്പോഴും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയണം. ഇതിനെല്ലാം അപ്പുറം ഇതിനൊരു മാനുഷിക വശം കൂടിയുണ്ട്, അല്ലേ? ഇമോഷണൽ ആസ്പെക്ട്.
തീർച്ചയായും. വായ ക്ലീൻ ചെയ്യുന്നത് വളരെ പേഴ്സണലായൊരു കാര്യമാണ്. മറ്റൊരാൾ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു ചമ്മലോ ഉത്കണ്ഠയോ ഒക്കെ തോന്നാം. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നത് വളരെ പ്രധാനമാണ്. ശാന്തമായി സംസാരിക്കുക, പതുക്കെ തൊടുക, പേടിക്കേണ്ട, ഞാൻ പതുക്കെ ചെയ്യൂ, ഇതൊന്ന് ചെയ്താൽ നല്ല സുഖം തോന്നും എന്നൊക്കെ പറയുന്നത് അവർക്ക് ധൈര്യം കൊടുക്കും. ഇത് വെറുമൊരു ഫിസിക്കൽ കെയർ അല്ല, ഒരു മാനസിക പിന്തുണ കൂടിയാണ്. നമ്മുടെ ആ ഒരു അനുകമ്പ, ശ്രദ്ധ അതവർക്ക് ഫീൽ ചെയ്യണം. വളരെ നന്നായി പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാം. 1. തുടങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളെല്ലാം റെഡിയാക്കുക. വൃത്തി ശ്രദ്ധിക്കുക. കൈ കഴുകുക, ഗ്ലൗസും മാസ്കും ഇടുക. 2. രോഗിയെ സേഫായിട്ട് തല ഒരു സൈഡിലേക്ക് ചെരിച്ച് വേണമെങ്കിൽ തലഭാഗം പൊക്കിക്കിടത്തുക. മലർത്തിക്കിടത്തരുത്. 3. രോഗിയുടെ അവസ്ഥ നോക്കി പതുക്കെ ബ്രഷ് ചെയ്യുകയോ നനഞ്ഞ തുണികോസ് വെച്ച് തുടയ്ക്കുകയോ ചെയ്യുക. എല്ലാ ഭാഗവും ശ്രദ്ധിച്ചു ചെയ്യണം. 4. വായയും ചുണ്ടും നനവുള്ളതായി വയ്ക്കുക. 5. വായ എപ്പോഴും നോക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ കുറിച്ചുവെക്കുക. ആവശ്യമെങ്കിൽ അറിയിക്കുക. അവസാനം, ഇതൊരു ജോലി എന്നതിനപ്പുറം ആ വ്യക്തിക്ക് ആശ്വാസവും അന്തസ്സും നൽകുന്ന ഒരു സ്നേഹത്തോടെയുള്ള പരിചരണമായി കാണുക. അതെ, നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പറയാം. മൃദുലമായി പശ്ചാത്തല സംഗീതം. ഒന്നാലോചിച്ചു നോക്കൂ. ആ ബ്രഷിന്റെ ഓരോ പതുക്കിയുള്ള തലോടലും, ആ നനഞ്ഞ തുണിയുടെ ഓരോ സ്പർശവും അതൊരു തരം രോഗശാന്തിയാണ്. നമ്മൾ ഒരാളുടെ വായ വൃത്തിയാക്കുമ്പോൾ വെറുതെ അണുക്കളെ കളയുകയല്ല, നമ്മൾ അവർക്ക് ആശ്വാസം കൊടുക്കുകയാണ്, അവരുടെ അന്തസ്സ് വീണ്ടെടുക്കാൻ സഹായിക്കുകയാണ്, ഒരു ചെറിയ ഉന്മേഷം തിരികെ കൊടുക്കുകയാണ്. ക്ഷമയോടെയും ബഹുമാനത്തോടെയും നിങ്ങൾ കൊടുക്കുന്ന ആ കുറച്ചു മിനിറ്റുകൾ, അത് ഒരു വ്യക്തിയുടെ ആ ദിവസം മുഴുവൻ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനെ മാറ്റാൻ ശേഷിയുള്ളതാണ്. നിങ്ങൾ നോക്കുന്ന ആ വ്യക്തിക്ക്, ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് ഈ ചെറിയ പക്ഷെ വളരെ പ്രധാനപ്പെട്ട പരിചരണം നൽകുമ്പോൾ അവരുടെ ആശ്വാസത്തിൽ, അവരുടെ ഒരു ദിവസത്തിൽ എന്ത് നല്ല മാറ്റമാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഈ കരുതൽ എത്ര വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക. സംഗീതമുയർന്ന് പതിയെ അവസാനിക്കുന്നു.